നമ്മളെ ഫോണിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ പവർ ബട്ടൺ. ഈ പവർ ബട്ടന്റെ ഒരു പ്രശ്നം, നമ്മളെ ഫോണിപ്പം ലോക്ക് സ്ക്രീൻ ഇല്ലാതെങ്കിൽ ഈ പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഇവിടുന്ന് ഈ പവർ ഓഫ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. ഏത് ഫോണിലും അങ്ങനെ ചെയ്യാനാവും. അതുപോലെ തന്നെ നമ്മളൊക്കെ ആ ഫോണിന് ഫിംഗർ പ്രിന്റ് കൊടുക്കും. ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ഫോൺ അൺലോക്ക് ചെയ്യാനാവും. അതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു യാത്രയിലൊക്കെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നത് നമ്മളോട് അറിയാണ്ട് ഉറങ്ങിപ്പോയി. നമ്മളെ പോക്കറ്റിൽ നിന്ന് ഒരാൾ ഫോൺ എടുത്തിട്ട് നമ്മളെ വിരലിന്റെ ഏരിയത്തേക്ക് ഇങ്ങനെ ഇത് കൊണ്ടുവച്ചാൽ ഫോൺ ഓൺ ആവും, അവർക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ മറ്റൊരാൾ നമ്മളെ ഫോൺ, ലോക്ക് സ്ക്രീനിലുള്ള ഫോണ് നമ്മളെ ഫിംഗർ ഉപയോഗിച്ചിട്ട് അൺലോക്ക് ചെയ്യാണ്ടിരിക്കാന് അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാണ്ടിരിക്കാനുള്ള ഓപ്ഷനുകളാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമുക്ക് ഒന്നാമത്തത് ഫോണിലുള്ള ഒരു സെറ്റിങ്സ്, അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫിംഗർ പ്രിന്റ് ഉണ്ടെങ്കിലും ഒരു പാസ്വേഡ് ഉണ്ടാകുമല്ലോ, പാറ്റേണോ പാസ്വേഡോ എന്തെങ്കിലും ഒന്നും ഉണ്ടാകുമല്ലോ ഫോണിന്. അത് കൊടുക്കാണ്ട് നമുക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനാകുകയില്ല. അതായത് ലോക്ക് സ്ക്രീനിലുള്ള ഫോണ് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുന്നേരം ഇവിടെ ഈ പവർ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ കിട്ടുകയില്ല. അത് കിട്ടാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടത് അത് നോക്കുക നമ്മൾ ആദ്യം. അതിന് നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ലോക്ക്ഡൌൺ സെർച്ച് ചെയ്യുക. ലോക്ക്ഡൌൺ എന്ന് നമ്മൾ അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്ന തന്നെ ഷോ ലോക്ക്ഡൌൺ ബട്ടൺ ഓൺ പവർ ഓഫ് സ്ക്രീൻ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് എനേബിൾ ആക്കി കൊടുക്കുക. എനേബിൾ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്കിതൊന്ന് ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്യുന്ന നിങ്ങൾക്ക് ആദ്യം ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യാനും പവർ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ അതിനുള്ളിൽ, അത് കൂടാണ്ട് ലോക്ക് ഡൗൺ എന്നുള്ള ഒരു ബട്ടൺ കാണും. അതൊന്ന് ഓൺ ആക്കി ഇട്ട് കൊടുക്കുക. അതൊന്ന് ഓൺ ആക്കിയാൽ മാത്രം മതി. പിന്നെ നമ്മളെ ഫോണ് ലോക്ക് സ്ക്രീനിൽ ഫിംഗർ ഉപയോഗിച്ച് അൺലോക്ക് ചെയ്യാനാകില്ല. നമ്മളറിയാണ്ട് നമ്മൾ ഉറങ്ങുന്നേരോ അല്ലെങ്കിൽ നമ്മളറിയാണ്ട് നമ്മളെ ഫിംഗറിൻ്റെ അടുത്തേക്ക് ഫോൺ വെച്ചിട്ട് മറ്റൊരാൾക്ക് അൺലോക്ക് ചെയ്യാനാകില്ല. ഈ പാസ്വേഡ് ഉപയോഗിച്ച് മാത്രം അൺലോക്ക് ചെയ്യാനാവും. തിരിഞ്ഞിക്ക സംഭവം. അപ്പൊ നമുക്ക് ഒരു യാത്രയിൽ അല്ലെങ്കിൽ അപരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്തും ഒക്കെ ഉറങ്ങിപ്പോകുന്നൊക്കെ പേടിക്കുന്ന സ്ഥലത്തുനിന്ന് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളെ ഫോൺ സെക്യൂർ ആയിരിക്കും, മറ്റാരും ഓപ്പൺ ചെയ്യല. ഇനി ഇതില്ലാത്ത ഫോണിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളെ ഫോണിൽ ഇല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുക, ലോക്ക് സ്ക്രീൻ പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലെന്താ ചെയ്യുക, ഞാൻ വേറൊരു ഫോണിൽ അത് കാണിച്ചു തരാം. അതിൽ ചെയ്യാൻ ഇതാട്ടോ, ലോക്ക് സ്ക്രീനിന്റെ ഐക്കൺ കണ്ടിക്കാം, ലോക്ക് സ്ക്രീൻ പ്രൊട്ടക്ടർ എന്ന അതിന്റെ പേര്. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ആവശ്യമുള്ള പെർമിഷൻ കൊടുക്കുക. അതിനുശേഷം മേലുള്ള എനേബിൾ ലോക്ക് സ്ക്രീൻ പ്രൊട്ടക്ഷൻ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് ഓൺ ആക്കിയിട്ട് കൊടുക്കുക. വേറൊന്നും ഇതിൽ ചെയ്യണ്ട. ഇനി നമ്മൾ ഇതൊന്ന് ലോക്ക് സ്ക്രീനിൽ ഒന്ന് നോക്കുക. ലോക്ക് സ്ക്രീൻ പ്രൊട്ടക്ടർ എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നത് കണ്ടോ. ഇങ്ങനെ ലോക്ക് സ്ക്രീൻ പ്രൊട്ടക്ടർ എന്നുള്ള ഈ നോട്ടിഫിക്കേഷൻ വരാണ്ടിരിക്കുക എന്ത് ചെയ്യണോ, അതിന് നമ്മളൊരു സംഭവം ചെയ്യണം. ഈ ആപ്ലിക്കേഷന്റെ ഇൻഫോ എടുത്തിട്ട് അതിൽ നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് അതൊന്നങ്ങ് ഓഫായി കളയുക. അത് ഓഫായി കഴിഞ്ഞാൽ സ്ക്രീനിൽ അതിന്റെ ആ എഴുത്തും ഉണ്ടാകുകയില്ല. ഇതിനെ കൊണ്ടുള്ള ഉപകാരം എന്താ, ഇപ്പൊ മറ്റൊരാൾ നമ്മളെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ പാസ്വേഡ് അറിയില്ല. അവരെന്ത് ചെയ്യും, പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ നോക്കും. അങ്ങനെ സ്വിച്ച് ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ലോക്ക് സ്ക്രീനിൽ വരികയില്ല. എങ്ങനെ ഞെക്കിപ്പിടിച്ചാലും, പവർ ബട്ടൺ എങ്ങനെ ഞെക്കിപ്പിടിച്ചാലും അതൊന്ന് മിന്നി അങ്ങ് പോകും. ആ ലോക്ക് ചെയ്യാനുള്ള ആ ഓപ്ഷൻ ഒന്ന് മിന്നി അങ്ങ് പോകും. അതുപോലെ ചില ഫോണിൽ ഈ ലോക്ക് സ്ക്രീനിൽ നോട്ടിഫിക്കേഷൻ പാനൽ താത്തേനാവും, അതും താത്തേനാകില്ല. അത് രണ്ടുമാണ് ലോക്കായി നിൽക്കും. അപ്പൊ ഈ രണ്ട് ഓപ്ഷനും നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന സംഭവങ്ങളാണ്. നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് കമന്റ് ചെയ്യുക. നിങ്ങളെ ചങ്ങായിമാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്ക് കൊടുത്തേക്കട്ടോ, പാവമ്മക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.